ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു സെക്ഷനാണ് ഡിഫറൻഷ്യബിലിറ്റി. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾ +1 എന്താണ് ഡെറിവേറ്റീവ്, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോണത് ഈ 4 കോൺസെപ്റ്റ് ആണ്. അതിലത്തെ ഫസ്റ്റ് വൺ ആണ് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ്. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ എപ്പോഴാണ് ഡിഫറൻഷ്യബിൾ ആവുക, അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോണത്. സെക്കൻഡ് വൺ ഇസ് ഡസ് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി, വാട്ട് അബൌട്ട് ഇറ്റ്സ് കോൺവേഴ്സ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആവുമെന്ന് നോക്കും. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആവുമെന്ന് നോക്കും. ഓക്കെ. തേർഡ് വൺ ഇസ് റീകോൾ ഡെറിവേറ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്യും. ആൻഡ് ഫൈനലി നിങ്ങൾ ഈ വർഷം പഠിച്ചിട്ടുള്ള ഫംഗ്ഷനാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലേ. കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്നും ഇവിടെ നമ്മൾ നോക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് നോക്കാം. ഇപ്പോൾ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമെയിനും റേഞ്ചും എന്താണ്, റിയൽ നമ്പേഴ്സ് ആവുക അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആവുക. അപ്പം ഇങ്ങനത്തെ ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം അതിനെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, f'(a) അല്ലെ. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഇതിനെയാണ് നമ്മൾ f'(a) എന്ന് ഡിനോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, d/dx ഓഫ് f of x at x equals a. ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, എന്തായാലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ. ഇപ്പം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണ്ടോന്ന് എങ്ങനെയാണ് നോക്കാം, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണും, അത് ഈക്വൽ ആവുണ്ടോ എന്ന് നോക്കും. ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കാണാം, അത് ഈക്വൽ ആവുണ്ടോ എന്ന് നോക്കുക. ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ എന്റെ ലെഫ്റ്റിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ a-h. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് a-h ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ നിങ്ങൾ എവിടെയൊക്കെ എക്സ് കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ a-h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം, അപ്പോൾ ഇവിടെ ഈ എക്സിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ a-h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും, ലിമിറ്റ് a-h ടെൻസ് ടു a f of a-h മൈനസ് f of a ബൈ എക്സിൻ്റെ ഭാഗത്ത് a-h മൈനസ് a. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, a-h ടെൻസ് ടു a അല്ലേ. ഇവിടുന്ന് എനെ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ -h ടെൻസ് ടു a-a അല്ലേ. a ഇങ്ങോട്ട് വരുമ്പോൾ -a ആവും. അപ്പോൾ -h ടെൻസ് ടു 0. അപ്പോൾ ഇതിൽ നിന്ന് h എന്തായിരിക്കും, h ടെൻസ് ടു 0. അപ്പോൾ a-h ടെൻസ് ടു a ആണെങ്കിൽ h ടെൻസ് ടു 0. ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് h ടെൻസ് ടു 0. ഓക്കെ ആണല്ലോ. f of a-h മൈനസ് f of a ബൈ ഇവിടെ എന്താ സംഭവിക്കുക, a-h മൈനസ് a. ഈ മൈനസ് എയും പോസിറ്റീവ് എയും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്കിവിടെ ബാക്കിയുള്ളത് എന്താണ്, -h ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല. ലിമിറ്റ് h ടെൻസ് ടു 0 f of a-h മൈനസ് f of a ബൈ -h. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല നോക്കാം. ഞാൻ എന്റെ റൈറ്റിലൊരു പോയിന്റ് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ a+h അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ എക്സിൻ്റെ ഭാഗത്തൊക്കെ a+h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ലിമിറ്റ് a+h ടെൻസ് ടു a f of a+h മൈനസ് f of a ബൈ a+h മൈനസ് a. ഇപ്പോൾ ഇവിടെ മൈനസ് എയും പോസിറ്റീവ് എയും ക്യാൻസൽ ആവും. ഇനി ഇവിടെ ലിമിറ്റ് ശ്രദ്ധിക്കുക, a+h ടെൻസ് ടു a അല്ലേ. ഇവിടെ h എന്തായിരിക്കും, h ടെൻസ് ടു a മൈനസ് a. ഈ a ഇങ്ങോട്ട് വന്നു, ഇപ്പോൾ ഇവിടെ -a ആയി. അപ്പോൾ ദിസ് ഇംപ്ലൈസ് h ടെൻസ് ടു 0.
അപ്പോൾ a പ്ലസ് h ടെൻസ് ടു a ആണെങ്കിൽ h ടെൻസ് ടു 0 ആയിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് a പ്ലസ് h മൈനസ് എഫ് ഓഫ് a ബൈ h. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമാണ് a എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക, അത് ഈക്വൽ ആവുണ്ടോ എന്ന് നോക്കുക. ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി നോക്കാം. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി നോക്കാം. അപ്പോൾ എക്സ് ഈക്വൽസ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. അതാണ് തിയറം നമ്പർ 1 പറയണത്. If a function is differentiable at x equals a, then it is also continuous at that point. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയ കാരണം നമുക്ക് ഡെഫിനിഷൻ വെച്ചിട്ട് അറിയാം. എഫ് ഡാഷ് ഓഫ് എ ഈക്വൽസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ. ഇത് നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റീൻ്റെ ഡെഫിനിഷനാണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയ കാരണം അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ എടുക്കുകയാണ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ. ഈ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എനെ നമുക്കിങ്ങനെ എഴുതാമല്ലോ. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഇത് രണ്ടും ഈക്വൽ അല്ലേ? നോക്കിയേ, ഈ എക്സ് മൈനസ് എ ക്യാൻസലായി പോയാൽ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ തന്നെയാണ് രണ്ട് ഭാഗത്തുള്ളത്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല അല്ലേ? ഈ എക്സ് മൈനസ് എ നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുകയാണ്. ഇനി ഞാൻ രണ്ട് ഭാഗത്തും ലിമിറ്റ് കൊടുക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം? ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. This is equal to limit x tends to a f of x minus f of a by x minus a into limit x tends to a x minus a. ഇനി ഇതെന്താ സംഭവം? ഇതാണ് ഇവിടെ എടുക്കുന്നത് അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ. ഇതെന്താണ്? എഫ് ഡാഷ് ഓഫ് എ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഞാൻ. എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് മൈനസ് എ എന്താണ്? ഇവിടെ എക്സിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ മൈനസ് എ 0. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ലിമിറ്റ് എന്തായി മാറും? 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു 0 എന്താ? 0. ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ എന്താ കിട്ടിയത്? 0 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഈ മൈനസ് എഫ് ഓഫ് എനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് എഫ് ഓഫ് എ ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് എഫ് ഓഫ് എ ആയി മാറും അല്ലേ? അപ്പോൾ ഇതെന്തിൻ്റെ ഡെഫിനിഷനാണ്? കണ്ടിന്യൂറ്റീൻ്റെ ഡെഫിനിഷനാണ് അല്ലേ? എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ. ഇത് നമ്മുടെ കണ്ടിന്യൂറ്റീൻ്റെ ഡെഫിനിഷനാണ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽസ് എ. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് വരിക. അപ്പോൾ പ്രൂഫിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും കണ്ടിന്യൂസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും കണ്ടിന്യൂസ് ആണ്. എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. ഇനി അതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണോ?
ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആവോ? നമുക്കതൊന്ന് നോക്കി നോക്കാം. അപ്പം അതിന് ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് മോഡ് എക്സ്. അപ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലേ? അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഇങ്ങനെ വി ഷേപ്പിലാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരിക. ഇത് നമുക്ക് കൈ എടുക്കാണ്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മുടെ മോഡ്ലെസ് ഫംഗ്ഷൻ എന്തായാലും കണ്ടിന്യൂസ് ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുമോ എന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്, എക്സ് ഈക്വൽ 0. അപ്പോൾ നമുക്കറിയാം 0 എന്ന് പറഞ്ഞ പോയിന്റിൽ മോഡ്ലെസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുമോ എന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക? നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കമ്പ്യൂട്ട് ചെയ്യുക. അത് ഈക്വൽ ആണെങ്കിൽ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ മോഡ്ലെസ് ഫംഗ്ഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ മോഡ്ലെസ് ഫംഗ്ഷൻ ഇസ് -x when x is less than 0 and +x when x is greater than or equal to 0. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ലിമിറ്റ് h tends to 0 f of a minus h minus f of a by minus h. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. ഇവിടെ എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ എ കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ 0ൻ്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ എന്താന്ന് നോക്കുക. 0നെക്കാട്ടും ചെറിയ വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ -x ആണ്. അപ്പോൾ ഇവിടെ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? -x ആണ്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -x ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0 - h എന്തായിരിക്കും? എഫ് ഓഫ് -h ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഈ എക്സിൻ്റെ ഭാഗത്ത് -h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു h. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് h tends to 0 f of 0 minus h is h മൈനസ് f of 0 എന്താണ്? f of x is -x. അങ്ങനെയാണെങ്കിൽ f of 0 എന്തായിരിക്കും? -0 that is equal to 0. f of 0 is 0 by -h അല്ലേ? ഇവിടെ എന്ത് കിട്ടും? ഇവിടെ h ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് h tends to 0 -1 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് -1 ആണ് കിട്ടിയത്. ഇനി നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താ? ലിമിറ്റ് h tends to 0 f of a plus h minus f of a by h. ഇവിടെ a എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എയുടെ ഭാഗത്തൊക്കെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആയ കാരണം 0ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. ഇപ്പോൾ 0ൻ്റെ റൈറ്റിൽ ഫംഗ്ഷൻ x ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0 + h എന്തായിരിക്കും? ദാറ്റ് ഇസ് എഫ് ഓഫ് h. അതെന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു h. അതേപോലെ തന്നെ എഫ് ഓഫ് 0 എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 0. എക്സിൻ്റെ ഭാഗത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ലിമിറ്റ് h tends to 0 എഫ് ഓഫ് 0 + h is h മൈനസ് എഫ് ഓഫ് 0 is 0 by h. ഈ ഹെച്ചും ഹെച്ചും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്കിവിടെ 1 ആണ് വരിക. അപ്പോൾ ലിമിറ്റ് h tends to 0 1 is equal to 1. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്നാണ് കിട്ടിയത്. സോ അറ്റ് x equal 0 this function f of x equals mod x is not differentiable. അപ്പം നമ്മുടെ മോഡ്ലെസ് ഫംഗ്ഷൻ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരുന്നു അല്ലേ? പക്ഷേ അത് 0 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പം എന്ത് മനസ്സിലായി? ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആവുമെന്ന് ഉറപ്പില്ല. ദാറ്റ് നീഡ് നോട്ട് ബി ട്രൂ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി +1 പഠിച്ച കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് എന്തായിരുന്നു? 0. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. ഡെറിവേറ്റീവ് ഓഫ് സി എക്സ് എന്താണ്? ഇവിടെ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ സി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് വരും. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് നമ്മൾ കണ്ടു, ദാറ്റ് ഇസ് 1. അപ്പോൾ ഇവിടെ സി ഇൻറ്റു 1 എന്നാണ് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു സി.
അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സി എക്സ് എന്താണ്? ദറ്റ് ഇസ് സി. ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താണ്? ദറ്റ് ഇസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? എന്ത് ചെയ്യുക? ഈ എന്നിൻ്റെ ഭാഗത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഈ എന്നിൻ്റെ ഭാഗത്തൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 2x റേസ് ടു 2 മൈനസ് 1. അപ്പോൾ ഈ 2 മൈനസ് 1 എന്താണ്? 1 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? ദറ്റ് ഇസ് 2x. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്തായിരിക്കും? എന്ത് ചെയ്യുക? ഈ എന്നിൻ്റെ പ്ലേസിലൊക്കെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3x റേസ് ടു 3 മൈനസ് 1 ദറ്റ് ഇസ് 2. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഇസ് 3x സ്ക്വയർ. ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇതെന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് 1 അല്ലേ? പി എന്നിൻ്റെ ഭാഗത്ത് ഇവിടെ മൈനസ് 1 ആണ്. പി എന്നിൻ്റെ പ്ലേസിലൊക്കെ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് 1 എക്സ് റേസ് ടു മൈനസ് 1 മൈനസ് 1 that is equal to minus 1 x raised to minus 2. This is equal to minus 1 into x raised to minus 2 നെ എങ്ങനെ എഴുതാം? 1 by x square അല്ലേ? x raised to minus 2 ഉം 1 by x square ഉം സെയിം തന്നെയാണ്. അപ്പോൾ this is equal to minus 1 by x square. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 1 by x എന്താണ്? മൈനസ് 1 by x square. ഇനി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താണ്? ഈ റൂട്ട് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 1 ബൈ 2 അല്ലേ? ഇവിടെ എന്താണ്? ഈ എന്നിൻ്റെ പ്ലേസിൽ 1 ബൈ 2 ആണ്. ഈ എന്നിൻ്റെ പ്ലേസിലൊക്കെ 1 ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1 ബൈ 2 എക്സ് റേസ് ടു 1 ബൈ 2 മൈനസ് 1. ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 എക്സ് റേസ് ടു 1 ബൈ 2 മൈനസ് 1 എന്താണ്? ദറ്റ് ഇസ് മൈനസ് 1 ബൈ 2. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ബൈ 2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1 ബൈ 2നെ എങ്ങനെ എഴുതാം? 1 ബൈ എക്സ് റേസ് ടു 1 ബൈ 2. ഇപ്പോൾ എക്സ് റേസ് ടു 1 ബൈ 2 ആണ് റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1 ബൈ 2 ഇൻറ്റു 1 ബൈ റൂട്ട് എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 റൂട്ട് എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താണ്? ദറ്റ് ഇസ് 1 ബൈ 2 റൂട്ട് എക്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ആണ്. ഈ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? ദറ്റ് ഇസ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഇസ് സീക്ക് സ്ക്വയർ എക്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് എന്താണ്? ദറ്റ് ഇസ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് ഇസ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്താണ്? സീക്ക് എക്സ് ടാൻ എക്സ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് ഇസ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കോ ഫങ്ഷൻസിനൊക്കെ നെഗറ്റീവ് ഉണ്ടാവും. കണ്ടോ? ഇവിടെ 3 സ്ഥലത്തും നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് ഇസ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് ഇസ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. അപ്പം ഇതൊക്കെ നിങ്ങൾ മുമ്പേ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും കൂടിയും റിവൈസ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതാണ്, സൈൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. എന്താ കാരണം? ഇവിടെ 2 ഫംഗ്ഷൻസ് ഉണ്ട്. സൈൻ ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ 2 ഫംഗ്ഷൻ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനാണ് സൈൻ എക്സ് സ്ക്വയർ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയണത് അല്ലേ? അപ്പം ഇങ്ങനത്തെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പഠിക്കാം. അപ്പോൾ ഈ തന്നിട്ടുള്ള ഫംഗ്ഷനെ y എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ dy ബൈ ഡി എക്സ് എന്ന് എഴുതാണ്. അപ്പോൾ dy ബൈ ഡി എക്സ് ഓഫ് y ഈക്വൽസ് d ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ. ഇനി ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? ഫസ്റ്റ് നിങ്ങൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ കാണാം. നിങ്ങൾക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? ദാറ്റ് ഇസ് കോസ് എക്സ് അല്ലേ?
ഇവിടെ ഈ എക്സിൻ്റെ ഭാഗത്ത് എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ ആണ്. ഈ എക്സിൻ്റെ ഭാഗത്ത് നിങ്ങൾ എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ. ഇതാണോ നമ്മുടെ ആൻസർ? അല്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ സൈനിനെ മാത്രമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇവിടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, എക്സ് സ്ക്വയറും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ ഇൻ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? 2x. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇങ്ങനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പം ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, y ഈക്വൽസ് സൈൻ ഓഫ് കോസ് എക്സ്. അപ്പം ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും ഡി ബൈ ഡി എക്സ് എടുക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് കോസ് എക്സ്. അപ്പം ഇതും എന്താണ്? കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, സൈൻ ഫംഗ്ഷൻ ഉണ്ട്, കോസ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കാണാം. അപ്പം നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇസ് കോസ് എക്സ്. ഇവിടെ ഈ എക്സിൻ്റെ ഭാഗത്ത് കോസ് എക്സ് ആണ്. അപ്പം എന്ത് ചെയ്യുക? ഈ എക്സിൻ്റെ ഭാഗത്ത് കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? കോസ് ഓഫ് എക്സിൻ്റെ ഭാഗത്ത് കോസ് എക്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സൈനിനെ മാത്രമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇനി ഇവിടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ഈ കോസ് എക്സും കൂടി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇയാളിനെയും കൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് കോസ് എക്സ് ഇൻ ടു മൈനസ് സൈൻ എക്സ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ചെയിൻ റൂൾ. അപ്പോൾ ചെയിൻ റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കാം, y ഈക്വൽ സൈൻ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് ചെയിൻ റൂൾ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഈ ഫംഗ്ഷന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ഇയാൾക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ടി. അപ്പോൾ നമ്മുടെ പുതിയ y എന്തായി മാറും? y ഈക്വൽസ് സൈൻ ടി. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, സൈനും ഉണ്ട് എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റിലത്തെ ഫംഗ്ഷന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ടി. അപ്പോൾ y ഈക്വൽസ് സൈൻ ടി എന്ന് കിട്ടി, വേർ ടി ഈസ് എക്സ് സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ y ചേഞ്ച് ചെയ്യണത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി ടി. മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഡി വൈ എഴുതി. അപ്പോൾ ഈ വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി ടി എന്നാണ് എഴുതിയത്. ഇൻ ടു ഇനി ഇതിൻ്റെ ചെയിൻ ആയിട്ടാണ് പോവുക, അതുകൊണ്ടാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇനി ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ ഈ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എന്ത് എഴുതണം? ഡി ടി ബൈ ഡി എക്സ് എന്നാണ് എഴുതേണ്ടത്. അപ്പം ഇത് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, അതുകൊണ്ട് ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ചെയിൻ ആയിട്ടാണ് പോകേണ്ടത്. ഈ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഡി ടി ബൈ ഡി എക്സ് എന്നാണ് എഴുതിയത്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, ഈ ഡി ടിയും ക്യാൻസൽ ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഇൻറ്റു വൈ എന്താ? വൈ ഇസ് സൈൻ ടി. ഈ വൈയുടെ ഭാഗത്ത് സൈൻ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഇൻറ്റു ഇവിടെ ടി എന്താണ്? ടി ഇസ് എക്സ് സ്ക്വയർ. ഇവിടെ എഴുതാണ് എക്സ് സ്ക്വയർ. ഇനി നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? ദറ്റ് ഇസ് കോസ് എക്സ് അല്ലേ? ഇവിടെ ഈ എക്സിൻ്റെ ഭാഗത്ത് എന്താണ്? ടി ആണ് അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി എന്തായിരിക്കും? കോസ് ടി ആയിരിക്കും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ? നമുക്കറിയാം ദറ്റ് ഇസ് 2x. ഇവിടെ ഈ ടി എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ ആണ്. ഈ ടിയുടെ ഭാഗത്ത് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് തന്നെയാണ് നമുക്ക് മുമ്പും കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ?
കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x. അപ്പം ഇങ്ങനെയാണ് ചെയിൻ റൂൾ വെച്ച് നിങ്ങൾ ചെയ്യുക. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരെണ്ണം കൂടിയും ചെയ്യാം. നമ്മളെടുത്ത ഫംഗ്ഷനാണ് y ഈക്വൽസ് സൈൻ ഓഫ് കോസ് എക്സ് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ഈ ഉള്ളിലത്തെ ഫംഗ്ഷനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് r. അപ്പം ഏത് ആൽഫബറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാനൊരു ചേഞ്ചിന് r എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ y എന്തായി മാറും, y ഈക്വൽസ് സൈൻ r അല്ലേ. വേർ r എന്താണ്, r ഈക്വൽസ് കോസ് എക്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dy ബൈ ഡി എക്സ് കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ y ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു r ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, dy ബൈ ഡി ആർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ചെയിൻ ആയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ r എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പം എന്ത് എഴുതുക, ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. ഈ ഡി ആറും ക്യാൻസൽ ആകുമ്പോൾ dy ബൈ ഡി എക്സ് തന്നെയാണ്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ചെയിൻ ആയിട്ട് പോകേണ്ടത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഡി ബൈ ഡി ആർ ഓഫ് y എന്താണ്, ദറ്റ് ഇസ് സൈൻ r ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഈ r എന്താണ്, കോസ് എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു, ഇപ്പം നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്, കോസ് എക്സ് ആണ്. ഇവിടെ ഈ എക്സിൻ്റെ പ്ലേസിലൊക്കെ r ആയ കാരണം ദിസ് ഇസ് ഈക്വൽ ടു കോസ് r. ഓക്കെ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. ഇപ്പോൾ ഇവിടെ എഴുതാണ് മൈനസ് സൈൻ എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു കോസ് ഇൻറ്റു r എന്താണ്, r ഇസ് കോസ് എക്സ് അല്ലേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്, മൈനസ് സൈൻ എക്സ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് തന്നെയാണ് നമുക്ക് മുമ്പും കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് മെത്തേഡ് വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ ചെയിൻ റൂൾ വെച്ച് ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചെയിൻ റൂൾ വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക്